നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു. എടാട്ട് ദേശീയപാതയിൽ മീൻ ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് ഗുരുതര പരിക്ക്. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് സാമൂഹ്യവിരുദ്ധർ തീവച്ചു നശിപ്പിച്ചു. കണ്ണപുരം യോഗശാലയിലെ പി സന്ദീപിന്റെ ബൈക്കാണ് നശിപ്പിച്ചത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല വാഹനജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം. കോട്ടികളിയും നാടു നീങ്ങുകയാണ്. ഒരു കാലത്ത് വീട്ടുമുറ്റങ്ങളെയും ഒഴിഞ്ഞ പറമ്പുകളെയും മൈതാനങ്ങളെയും ശബ്ദമുഖരിതവും ചലനാത്മകവുമാക്കിയ ഈ നാടൻ കളി ചരിത്രത്തിലേക്ക് പിന്മടങ്ങുമ്പോൾ ആരോഗ്യകരമായ ഒരു കായിക സംസ്കാരത്തിന്റെ മരണമണി കൂടിയാണ് മുഴങ്ങുന്നത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി കേശവൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. യാതൊരുവിധ മുന്നൊരുക്കങ്ങളോ ആസൂത്രണമോ ഇല്ലാതെ നിരവധി വർഷങ്ങളായി റോഡരികിൽ കൂട്ടിയിട്ട പൈപ്പുകൾ മഴ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പയ്യന്നൂർ ടൗണിൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ച് കുഴിച്ചു മൂടുകയും അതുമൂലം ജനങ്ങൾക്ക് വാഹനങ്ങളിലോ കാൽനട യാത്ര പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയ പയ്യന്നൂർ നഗരസഭയിലെയും PWD അധികൃതരുടെയും ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബിജെപി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ബിജെപി കാര്യാലയത്തിന് സമീപത്തു നിന്നും പ്രവർത്തകർ പ്രകടനമായി പെരുമ്പ ചുറ്റി ടൗൺ കേന്ദ്രീകരിച്ച് സെൻട്രൽ ബസാറിൽ റോഡ് ഉപരോധിച്ചു. റോഡിലെ കുഴികളെ കിണറായി സങ്കല്പിച്ച് ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരി ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി കേശവൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയുടെ ഭരണകക്ഷി ഭരിക്കുന്നവര് PWDയിലേക്ക് ഒരു മാർച്ച് നടത്തി. PWDയിലെ അവര് പ്രതിപക്ഷത്തേക്ക് മുനിസിപ്പാലിറ്റിയിലേക്കും നടത്തി. ആരെയാ പറ്റിക്കുന്നത്? പ്രകടനത്തിൽ ഞാൻ നടന്നപ്പോ ഒരു 15 കൊല്ലം മുമ്പേ ശബരിമലയിൽ പോയ ഒരു ഓർമ്മയാണ്. കല്ലും മുള്ളും സ്വാമിക്ക് എത്രയാ ഓടിയത്, എത്രയാ ചാടിയത്. ഈ സ്ഥലത്തു നിന്ന് ചാടി ഞങ്ങൾ പുറത്തേക്ക്. ഇതാരാ ഇതിന് ഉത്തരവാദി? സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന പറയുന്നു. എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? തുടർന്ന് പ്രവർത്തകർ കടലാസ് തോണിയുണ്ടാക്കി റോഡിലെ കുഴികളിലിറക്കി. KK രാംദാസ്, MP രവീന്ദ്രൻ, മണിലാൽ, CK രമേശൻ മാസ്റ്റർ, ഗംഗൻ തായിനരി, MK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. സെൻട്രൽ ബസാറിലേക്കുള്ള മുഴുവൻ റോഡുകളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഉപരോധ സമരം നടത്തിയത്. സുരക്ഷ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സജ്ജമാക്കിയിരുന്നു. എടാട്ട് ദേശീയപാതയിൽ വാഹനാപകടം. മീൻ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റ കാർ യാത്രികനായ കടന്നപ്പള്ളി സ്വദേശി ബിജുവിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകുന്നേരം 5 മണിയോടെ സീക്ക് സ്റ്റോപ്പിന് സമീപമായാണ് അപകടം നടന്നത്. ഗോവയിലേക്ക് മീനുമായി പോവുകയായിരുന്ന KL18F 3691 മിനി ലോറിയും എടാട്ട് നിന്നും വാട്ടർ സർവീസ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്ന KL13Y SL 93 എന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ കടന്നപ്പള്ളി സ്വദേശി ബിജുവിന് അപകടത്തിൽ പരിക്കേറ്റു. ബിജുവിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പയ്യന്നൂർ പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി മധുസൂദനന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസിൽ ഉൾപ്പെട്ടവർക്ക് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സ കിട്ടാൻ ഒത്താശ ചെയ്തു എന്നാണ് മധുസൂദനന്റെ പേരിലുള്ള ചാർജ് എന്നാണ് അറിയുന്നത്. ഇതേ കേസിൽ CPIMന്റെ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു. പിണറായിക്കും P. ജയരാജനും TI മധുസൂദനും അഭിവാദ്യമർപ്പിച്ച് പയ്യന്നൂരിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. ഇവർ ഉത്തമ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളാണെന്നും ചെങ്കോട്ടയുടെ കാവൽക്കാരാണെന്നുമാണ് മമ്പലം കലാ സാംസ്കാരിക വേദിയുടെ പേരിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യക്ഷപ്പെട്ട ബോർഡിൽ പറയുന്നത്. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജനു പിറകെ ഏരിയ സെക്രട്ടറി TI മധുസൂദനെ അന്യായമായി പ്രതി ചേർത്ത് പാർട്ടിയെ പയ്യന്നൂരിൽ ദുർബലമാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എതിരാളികളെന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഫ്ലെക്സ് ബോർഡിൽ പ്രതിഫലിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഹക്കീം വധക്കേസ് CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി സമർപ്പിച്ച ഹർജിയിലുള്ള വിധി ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാന സംവിധാനങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചിട്ടും കേസിന് തുമ്പുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംയുക്ത സമരസമിതി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹക്കീമിന്റെ കൊലയാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കണമെന്നത് രാഷ്ട്രീയ ജാഗ്രതയുള്ള പയ്യന്നൂരിന്റെ പൊതു ആവശ്യമായി ഉയർന്നു വന്നിട്ട് ഒരു വർഷത്തിലേറെ കാലമായി. നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ തുടർച്ചയായ സമരങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് പയ്യന്നൂർ MLA C. കൃഷ്ണൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന സംയുക്ത സമരസമിതി നിരാഹാര സമരത്തിന് തീരുമാനമെടുത്തത്. നഗരസഭാ അധ്യക്ഷ KV ലളിതയിൽ തുടങ്ങിയ നിരാഹാര സമരം സംയുക്ത സമരസമിതിയുടെ വിവിധ നേതാക്കളിലൂടെ തുടർന്ന് ഇപ്പോൾ 74 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പയ്യന്നൂരിന്റെ പൊതുസമൂഹം ഒന്നാകെ പിന്തുണക്കുമ്പോഴും ഈ സമരത്തോട് തികഞ്ഞ അനാസ്ഥയാണ് പോലീസ് അധികാരികൾ കാണിക്കുന്നതെന്ന ആരോപണം ശക്തമാവുകയാണ്. കൊല്ലപ്പെട്ട ഹക്കീമിന്റെ ഭാര്യ സീനത്ത് തെക്കേമമ്പലം CPM ബ്രാഞ്ചിന്റെ മുൻകൈയിൽ നേരത്തെ ഈ വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ CBIയോടും സംസ്ഥാന സർക്കാരിനോടും നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ്. CBI ഏറ്റെടുക്കണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ അന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ സർക്കാർ നിലപാട് കൂടി ചൂണ്ടിക്കാട്ടിയാണ് സംയുക്ത സമരസമിതി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. CBIയെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിക്കാൻ ഇടപെടണമെന്ന സംയുക്ത സമരസമിതിയുടെ ആവശ്യത്തിൽ തിങ്കളാഴ്ച പറയാനിരുന്ന വിധിയാണ് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനിടെ സംയുക്ത സമരസമിതി അംഗം T. വിശ്വനാഥന്റെ നിരാഹാരം 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ തിങ്കളാഴ്ച സമരപന്തലിലെത്തി സത്യഗ്രഹിക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചു. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തീവച്ച് നശിപ്പിച്ചു. കണ്ണപുരം യോഗശാലയിലെ P. സന്ദീപിന്റെ ബൈക്കാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിർത്തിയ ബൈക്കും സമീപത്തുണ്ടായിരുന്ന സൈക്കിളും കത്തി നശിച്ചു. തീ പടരുന്നത് കണ്ട് വീട്ടുകാർ ഉണർന്ന് തീയണച്ചതിനാൽ വീട്ടിലേക്ക് തീ പടരുന്നത് ഒഴിവായി. കണ്ണപുരം SI ഉണ്ണികൃഷ്ണനും സംഘവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. സംഭവത്തിനു പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നും രാഷ്ട്രീയമില്ലെന്നും പോലീസ് പറഞ്ഞു. CMB 30ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ടൗണിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. PV ഗോവിന്ദൻ പതാക ഉയർത്തി. KSYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സജിത് ലാൽ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി E. രത്നാകരൻ, അർജുൻ, ഗോവിന്ദൻ, VP സുഭാഷ്, VP ശശിധരൻ, K. രവിമാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് CPMന്റെ സമുന്നത നേതാവ് EMS അടക്കം പറഞ്ഞിട്ടും ഈ 30 വർഷക്കാലം സഖാവ് MBRന്റെ നേതൃത്വത്തിൽ CMB എന്ന പ്രസ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹനജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ഓഗസ്റ്റ് 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണത്തിന് നിയമം നിർമ്മിക്കുക, സഹകരണ ദേവസ്വം ബോർഡ് പൊതുമേഖലാ സ്ഥാപനത്തിൽ സംവരണം ഏർപ്പെടുത്തുക, ഭൂരഹിത പട്ടികജാതി കുടുംബത്തിന് കുറഞ്ഞത് 50 സെന്റ് ഭൂമി നൽകുക, സ്വാശ്രയ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് സംവരണം ഏർപ്പെടുത്തുക, സമഗ്ര പാർപ്പിട പദ്ധതി ആവിഷ്കരിക്കുക, പണി പൂർത്തിയാവാത്ത IAY പദ്ധതിയിൽ വീടുകൾ പൂർത്തിയാക്കുവാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് PKSന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പിലാത്രയിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്.
വർഗസമരങ്ങൾക്ക് കൂട്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകൾക്ക് വേണ്ടി ജാതി സംഘടനകൾക്ക് നേതൃത്വം നൽകുകയാണെന്ന തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജാഥാ സ്വീകരണത്തിൽ സംസാരിച്ചുകൊണ്ട് ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് അഭിപ്രായപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ജാതിയില്ല, പട്ടികജാതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജാതിയല്ല. അങ്ങനെ ഒരു ജാതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജനവിഭാഗത്തിന്റെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രൂപീകരിക്കപ്പെട്ട സംഘടന പട്ടികജാതി ക്ഷേമ സമിതി ഒരു ജാതി സംഘടനയുമല്ല. PKS സംസ്ഥാന കമ്മിറ്റി അംഗം PP തമ്പായി അധ്യക്ഷയായി. CK ഗിരിജ, കൊട്ടറ വാസുദേവ്, K രഞ്ജിത്ത്, IV ശിവരാമൻ എന്നിവർ സംസാരിച്ചു. NBSന്റെ പയ്യന്നൂർ പുസ്തകോത്സവം ചൊവ്വാഴ്ച ഗാന്ധി പാർക്കിൽ ആരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്യും. VS അനിൽകുമാർ ഉൾപ്പെടെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. കേരള കർഷക സംഘം കരിവള്ളൂർ സൗത്ത് വില്ലേജ് കൺവെൻഷൻ കരിവള്ളൂർ AVGHSൽ നടന്നു. PP ഭാസ്കരൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KV കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. TK സുരേന്ദ്രൻ, P കുഞ്ഞികൃഷ്ണൻ, AV സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈസ്റ്റലേരി പഞ്ചായത്തിലെ കൂട്ടക്കുഴി നിവാസികൾ കാട്ടാനകളെ ഭയന്നാണ് കഴിയുന്നത്. തൊട്ടടുത്ത കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ കഴിഞ്ഞ ദിവസം കോളനിക്കടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ വയലും കൃഷികളും നശിപ്പിച്ചിരുന്നു. മഴക്കാലമായാൽ കൂട്ടക്കുഴിക്കാർക്ക് ഉറക്കമില്ല. ഏതു സമയത്താണ് ആനകൾ ഇറങ്ങി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുട്ടിയാനകളടക്കമുള്ള 6ഓളം ആനകളാണ് 100 വാര അകലെ വരെ വന്ന് നാശം വിതച്ചു പോയത്. ആനശല്യം ഒഴിവാക്കാൻ ചെറുപുഴ പഞ്ചായത്തിലും കാട്ടാനകൾ കടന്നുവരാതിരിക്കാൻ വൈദ്യുത വേലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് വൈദ്യുത വേലി ഉണ്ടാക്കാമെന്നത് കടലാസിൽ മാത്രം ഒതുങ്ങി. അന്നത്തെ ഭരണകൂടവും ചില തൽപരകക്ഷികളും കൃഷിയിടം സംരക്ഷിക്കുന്നതിനായി അല്പം വേലി കെട്ടിയിട്ടുണ്ട്. എന്നാൽ വനാതിർത്തിയിലെ 30ഓളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആരും തന്നെ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഈ പാവങ്ങൾ ഉറക്കം കളഞ്ഞ് കുത്തിയിരിക്കുകയാണ്. വീടിന് 50 മീറ്റർ ഉള്ളിൽ വരെയും ആന കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ കയറി വാഴ, കപ്പ മുതലായവ നശിപ്പിക്കുകയും വീടിനടുത്ത് വന്നിട്ട് ആന ഉച്ചത്തിൽ അലറുകയും ചെയ്തിരുന്നു. അലർച്ച കേട്ടാണ് കോളനിവാസികളെല്ലാം ഉണർന്നത്. അപ്പം പിന്നെ ഇത് ജീവനിൽ പേടി ഉണ്ട് കോളനിവാസികൾക്ക്. അതുപോലെ തന്നെ കൃഷി നാശം വളരെയധികം സംഭവിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണം കാവ്യാസ്വാദനവും അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P പ്രഭാകരൻ ഉപഹാര സമർപ്പണം നടത്തി. പൂരക്കളി ആചാര്യൻ PP ദാമോദരൻ പണിക്കർ ആദികാവ്യം അതിമധുരം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വാൽമീകി രാമായണവും ആധ്യാത്മരാമായണവും രണ്ടും രണ്ടാണെന്നും വാൽമീകി രാമായണം പൂർണ്ണമായും സാഹിത്യമാണെന്നും 500 കൊല്ലം മുമ്പേ ഉണ്ടായ ഭക്തിപ്രസ്ഥാന കാലത്ത് രൂപപ്പെട്ടതാണ് ആധ്യാത്മരാമായണമെന്നും ഭക്തിക്കാണ് ആധ്യാത്മരാമായണത്തിൽ പ്രാമുഖ്യമെന്നും പൂരക്കളി ആചാര്യൻ PP മാധവൻ പണിക്കർ അഭിപ്രായപ്പെട്ടു. മണ്ണിൽ ഈ കയ്യിലായ ഒരാൾ ആ പുഴയിലേക്ക് എടുത്തൊന്ന് ചാടി, എടുത്തുകൊണ്ടാണ് ചാടിയത്. അമ്മയെന്ന് പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അമ്മ എന്നോട് പറഞ്ഞ് കല്ലുകൊള്ളാതെ കുറവാണ് ഈ കൂടുതൽ പറഞ്ഞുകൊണ്ടാണ് മുമ്പിൽ ചാടിക്കഴിഞ്ഞത്. അപ്പൊ പറയാനാണ് ആദികാവ്യം അതിമധുരം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികളെയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത നവോദയ ഗ്രന്ഥാലയം സെക്രട്ടറിയും നാട്ടുകാരനുമായ PP വേണുഗോപാലനെയും ചടങ്ങിൽ ഉദ്ഘാടകനും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ ഡോക്ടർ P പ്രഭാകരൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് PV പ്രഭാകരൻ അധ്യക്ഷനായി. V ശ്രീധരൻ, VK കരുണാകരൻ, MK സത്യൻ, A അനിൽകുമാർ, C വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. DYFI 7 വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലയിൽ ഫുട്ബോൾ താരം P റിയാസ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനം ജീവദാനം എന്ന സന്ദേശവുമായി 50ഓളം പേരാണ് രക്തം ദാനം ചെയ്തത്. വനിതകൾ ഉൾപ്പെടെയുള്ളവർ രക്തദാനം നടത്തി. രക്തദാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി പരിയാരം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. M പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. MV രജിൻ, KV സന്തോഷ്, P വിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോട്ടികളിയും നാടുനീങ്ങുകയാണ്. ഒരു കാലത്ത് വീട്ടുമുറ്റങ്ങളെയും ഒഴിഞ്ഞ പറമ്പുകളെയും മൈതാനങ്ങളെയും ശബ്ദമുഖരിതവും ചലനാത്മകവുമാക്കിയ ഈ നാടൻ കളി ചരിത്രത്തിലേക്ക് പിന്മടങ്ങുമ്പോൾ ആരോഗ്യകരമായ ഒരു കായിക സംസ്കാരത്തിന്റെ മരണമണി കൂടിയാണ് മുഴങ്ങുന്നത്. No,
കമ്പ്യൂട്ടർ ഗെയിമിന്റെയും ഈ നാളുകളിൽ പുതിയ തലമുറ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മായാവലയത്തിൽ വഴിമാറിയപ്പോൾ പഴയകാല പല നാടൻ കളികളെയും വിസ്മരിച്ച് കമ്പ്യൂട്ടർ ഗെയിമിന്റെയും പണക്കൊഴുപ്പിന്റെയും കളികളിലും കളം മാറ്റിയപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കാഴ്ചകളിലൊന്നായിരുന്ന ഗോട്ടികളിയും അപൂർവതയുടെ ഭാഗമായി. കാലവർഷത്തിലെ ഇടവേളകളിൽ വീണുകിട്ടുന്ന ഒഴിവുനേരങ്ങളിൽ ഗോട്ടി കൊണ്ട് വിവിധ കളികളിൽ മുഴുകിയിടുന്ന കുരുന്നുകൾ ഇന്ന് നാട്ടിൻപുറങ്ങളിലെ വഴിയോരങ്ങളിലും മറ്റും നിത്യകാഴ്ചയിൽ നിന്നു മാറി. വീടിനകത്തളങ്ങളിലും കഫേകളിലും മോണിറ്ററിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്ന് മനസ്സിന്റെ ചലനാരീതികൾക്കനുസൃതമായി ഗെയിമിന്റെ ലോകത്ത് മുഴുകിയിടുമ്പോൾ കൺമുന്നിൽ നിന്നകലുന്നത് ഗ്രാമീണ കാഴ്ചകളിലൊന്നായിരുന്ന ഗോട്ടിക്കളിയും ആരോഗ്യ പരിപോഷണത്തിന് ഉതകിയിടുന്ന നാടൻ കളിയുമാണ്. ഗോട്ടിക്കളിയിലെ വെച്ചടി, മൂന്നാംകുഴി പോലുള്ള കളികളും നമുക്ക് അന്യമായി മാറി. ബാലകൗമാരങ്ങൾ മാറിവരുന്ന കാലഗതിക്കനുസരിച്ചുള്ള ഗെയിമിനെയും കളിയെയും ലോകത്താനയിക്കപ്പെടുമ്പോൾ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ആ പഴയ നല്ല ശീലങ്ങളോടൊപ്പം ഗോട്ടിക്കളിയും കാണാമറയത്താവുകയാണ്. മഴക്കാലമായാൽ നനഞ്ഞ പറമ്പുകളിലെ മണൽപ്പരപ്പ് തല്ലിയൊതുക്കി 3 കുഴികളെടുത്താണ് മൂന്നാം കുഴി കളിയിലേർപ്പെടുന്നത്. 3 കുണ്ടുണ്ടാവും. ആ 3 കുണ്ടിലേക്കും കോട്ടികൾ അടിച്ച് ഇടണം. പിന്നെ ഒപ്പാൻ കിട്ടിയാൽ നമ്മളിങ്ങനെ ഓരോ കോട്ടിയും 2 കൈകൾ അങ്ങനെ വെച്ചിട്ട് അടിച്ചങ്ങ് തെറിപ്പിക്കലാണ്. ഇപ്പെല്ലാം വേറെ അന്യരാജ്യങ്ങളെ ആശ്രയിച്ചിട്ട് വേറെ ക്രിക്കറ്റും ഫുട്ബോളും എന്തെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കളിക്കൽ കോരി, കോട്ടിക്കളി അങ്ങനെയുള്ള കളികളാണ്. അങ്ങനെയില്ലാന്ന് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കളികൾ. എന്നിട്ട് പിന്നെ ഓരോരാൾ ഓരോരോ കുണ്ടിലേക്ക് എറിഞ്ഞിട്ട് കളിക്കും. പിന്നെ ലാസ്റ്റ് ജയിച്ചവര് തോറ്റവർക്കൊരു മേട്ടം കൊടുക്കും. ക്രിക്കറ്റിന് ഫുട്ബോളിനെല്ലാം കാട്ടിൻ രസം കോട്ടിക്കളിയാണ്. കോട്ടിക്കളിയിൽ മൂന്നാംകുഴി മാത്രമല്ല ഒരുപാട് കളികളുണ്ട്. കൈവിരലുകളിൽ പ്രത്യേക രീതിയിൽ ഗോട്ടി കൊണ്ട് എതിരാളിയുടെ ഗോട്ടിയെ തട്ടിത്തെറിപ്പിക്കുകയും ഓരോ കുഴിയും കഴിഞ്ഞ് അവസാനം തോൽക്കുന്നവർക്ക് ശിക്ഷ നൽകുന്നതും ഈ കളിയിലെ പ്രത്യേകതയാണ്. വാശിയേറിയ ഈ കളികളൊക്കെ കാണാമറത്താവുകയാണ്. എന്തായാലും വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്ത് കണ്ട അപൂർവ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ പകർത്തി തന്നത്. കേരള പ്രവാസി സംഘം കാങ്കോൽ വെസ്റ്റ് സമ്മേളനം കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. സമ്മേളനം കാങ്കോൽ ആലപ്പടുമ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘത്തിന്റെ 4ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സമ്മേളനം കാങ്കോൽ EMS മന്ദിരത്തിൽ വെച്ച് നടന്നത്. പ്രവാസികൾ ഇന്ന് ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ രാജൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി ഭരണത്തിൽ വന്ന ഗവൺമെന്റ് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും തീരുമാനമെടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള, ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു തൊഴിൽ തന്നെയാണ്. ചടങ്ങിൽ എ പ്രകാശൻ അധ്യക്ഷനായി. KP കമലാക്ഷൻ, VP മോഹനൻ, K പങ്കജാക്ഷൻ, N അബ്ദുൽ ഗഫൂർ, അബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗം കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷനായി. ഈ സൊസൈറ്റി പോകേണ്ടതും അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആൾക്കാർ അംഗങ്ങളാവുകയും ഈ സൊസൈറ്റിയുടെ ഉള്ള ഉപകാരങ്ങൾ എല്ലാവരെയും പങ്കെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോത്തായിമുക്കിൽ പ്രവർത്തിച്ചു വരുന്ന സൗപർണിക കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്തവിരുന്ന് തേൻമൊഴി അരങ്ങിലേക്ക്. പഴമയും പുതുമയും നിറഞ്ഞ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പശ്ചാത്തലമാക്കി 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നൃത്ത സമന്വയമാണ് തേൻമൊഴി. പത്തു വർഷത്തോളമായി പയ്യന്നൂരിന്റെ കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സൗപർണിക കലാക്ഷേത്രം സ്ഥാപനത്തിലെ നൃത്തപ്രതിഭകളെ അണിനിരത്തിയാണ് തേൻമൊഴി അരങ്ങിലെത്തിക്കുന്നത്. സ്വപ്നത്തിൽ ഞാനൊരു പൂമാറ്റയാ
മലയാള ചലച്ചിത്രത്തിലെ പഴയതും പുതിയതുമായ ഗാനങ്ങൾ പശ്ചാത്തലമാക്കിയാണ് നൃത്തസംഗീത സമന്വയം ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമാ ഗാനരചനകളുടെ അർത്ഥതലം നൃത്തത്തിലൂടെ ആസ്വാദകരിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. 1.5 മണിക്കൂർ ദൈർഘ്യം വരുന്ന നൃത്തവിരുന്നിൽ 10ഓളം നൃത്ത പ്രതിഭകളാണ് അണിനിരക്കുന്നത്. തികച്ചും വ്യത്യസ്തവും വേറിട്ടൊരു അനുഭൂതിയും കലാസ്വാദകർക്ക് നൽകുന്ന രീതിയിലാണ് നൃത്താവിഷ്കാരം നടത്തിയിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. അധ്യാപികയും നർത്തകിയുമായ ലീജ ലക്ഷ്മണന്റെ ശിക്ഷണത്തിലാണ് പരിപാടി അരങ്ങിലെത്തിക്കുന്നത്. കെനിയയിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച ചെറുപുഴ കോലുവള്ളി സ്വദേശി ദിലീപ് മാത്യുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കെനിയയിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം തിങ്കളാഴ്ച പുലർച്ചെ കോലുവള്ളിയിൽ എത്തിച്ചു. നാട്ടിലേറെ പ്രിയങ്കരനും സർവ്വസമ്മതനുമായ ദിലീപിന്റെ മരണം ഞെട്ടലോടെയാണ് കോലുവള്ളി നിവാസികൾ ശ്രവിച്ചത്. വിദ്യാസമ്പന്നനും സൗമ്യശീലനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു ദിലീപ്. 2 വർഷം മുൻപ് കെനിയയിലെ ഒരു വിദേശ കമ്പനിയിൽ മാനേജറായാണ് ദിലീപ് നെയ്റോബിയിലെത്തുന്നത്. ഏതാനും ദിവസം മുൻപ് കൊള്ളക്കാർ ദിലീപിന്റെ 10 ലക്ഷത്തോളം രൂപ അപഹരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിനായി ബാങ്കിൽ നിന്നും പണവുമായി പോവുകയായിരുന്ന ദിലീപിനെ വെടിവെച്ച് വീഴ്ത്തി പണവുമായി കടന്നുകളയുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ കോലുവള്ളി തിരുകുടുംബ ദേവാലയ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. താവം പബ്ലിക് ലൈബ്രറിക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം ഒരുങ്ങുന്നു. 40 ലക്ഷത്തോളം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കെട്ടിടം സെപ്റ്റംബറിൽ നാടിന് സമർപ്പിക്കും. താവം ഗ്രാമത്തിന് അക്ഷരവെളിച്ചം പകർന്ന് താവം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. 10 ലക്ഷം രൂപ ടി വി രാജേഷ് MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ലൈബ്രറി കൗൺസിലിൽ നിന്നും അനുവദിച്ചു. ബാക്കി തുക നാട്ടുകാരിൽ നിന്നും സംഭാവനയായി സ്വരൂപിച്ചു. 1975 സ്ഥാപിച്ച ലൈബ്രറിയിൽ ഇന്ന് 10,000 പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ ആധുനിക രീതിയിലുള്ള റഫറൻസ് ലൈബ്രറി, ജനസേവന കേന്ദ്രം, വായനാമുറി, ഡിജിറ്റൽ ലൈബ്രറി, കോൺഫറൻസ് ഹാൾ എന്നിവയൊരുക്കും. താപം ദേവിവിലാസം LP സ്കൂളിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണത്തിൽ PV സജീവൻ അധ്യക്ഷനായി. K രജീന്ദ്രൻ, MP പുരുഷോത്തമൻ, PM ശൈലജ, VK വിജയൻ, PV ബാലൻ, N പ്രദീപൻ, രേണുക, KV രതീഷ് എന്നിവർ സംബന്ധിച്ചു. K രജീന്ദ്രൻ ജനറൽ കൺവീനറും PV സജീവൻ ചെയർമാനുമായുള്ള 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും യോഗത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ മീലിയാട്ട് രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് PP വേണുഗോപാലൻ മാസ്റ്റർ അനുമോദനം ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ക്ലബ്ബ് പരിധിയിൽ നിന്നും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 1ാം റാങ്ക് നേടിയ ജിജിന K ശ്രീനിവാസൻ, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ഖദീജത്ത് നൂർബിനെയും നീലിയാട്ട് രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും രാഗം ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PP വേണുഗോപാലൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. ഒരു കാലത്ത് വളരെ കഴിവുള്ള ബാല്യങ്ങളും യൗവനങ്ങളും ഇവിടെ ഒന്നും ആകാതെ പോയിട്ടുണ്ടെന്നും എന്നാൽ ഇന്നുള്ള വിദ്യാർത്ഥികൾ ഭാഗ്യവാന്മാരാണെന്നും ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണെന്നും വേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതേപോലെ തന്നെ LP സ്കൂളിലൊക്കെ പഠിച്ച UP സ്കൂളിലൊക്കെ പഠിച്ച കുറേ കുട്ടികളുണ്ടായിട്ടുണ്ട്, വിദ്യാർത്ഥിനികളുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ലഭിച്ച സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. ക്ലബ്ബ് പ്രസിഡന്റ് C കൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി KP സുരേഷൻ സ്വാഗതവും VK ബിജു നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം സമാപിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര ശ്രദ്ധേയമായി. ഏഴോത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഘോഷയാത്രയിൽ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരും പങ്കാളികളായി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ മുത്തുക്കുടകളുമായി നിരവധി പേർ അണിനിരുന്നു. വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയോടൊപ്പം അവതരിപ്പിച്ചു. ഏഴോം പഞ്ചായത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെരുവമ്പ്രത്ത് സമാപിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ, CDS ചെയർപേഴ്സൺ KN ഗീത, P ശ്രീദേവി, KP മനോജ്, PM സുമതി തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൃക്കരിപ്പൂർ മൈത്താണി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ LSS USS ജേതാക്കൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. CPI തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി M ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മൈത്താണി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാലയിൽ നടന്ന അനുമോദന ചടങ്ങിൽ ഗ്രന്ഥാലയം ബാലവേദി കൂട്ടുകാരുടെ ആഭിമുഖ്യത്തിൽ വായനശാല പരിധിയിൽ ഇക്കഴിഞ്ഞ LSS USS പരീക്ഷകളിൽ ജേതാക്കളായ മാളവിക TV, ലക്ഷ്മി K, ശ്രേയ MV എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPI തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി M ഗംഗാധരൻ ഉപഹാര സമർപ്പണം നടത്തി. ബാലവേദി പ്രസിഡന്റ് U അമൽരാജ് അധ്യക്ഷനായി. P കുഞ്ഞമ്പു, P സദാനന്ദൻ, C സന്തോഷ് കുമാർ, അഭിനവ് MB, അശ്വിൻ P, നന്ദന PK എന്നിവർ സംസാരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ADS 12ാം വാർഷികാഘോഷ പരിപാടികൾ കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. വാർഡ് മെമ്പർ PP ഓമന ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അനിത P അധ്യക്ഷയായി. സ്വയം തൊഴിലിൽ നിന്നല്ല ഒന്നും ആർക്കും ചെയ്യണമെന്നില്ലാതെ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീ മിഷന് ആനുകൂല്യം നിങ്ങൾ റേഡിയോ തുറന്നാലും TV തുറന്നാലും നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷെ 12ാം വാർഡിൽ അങ്ങനത്തെ ഒരു ഇല്ല. ഇതിലെ തന്നെ കൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയാണ്. കൈരളി ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയവും കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കർക്കിടക മാസ സൗജന്യ ചികിത്സാ ക്യാമ്പ് ജൂലൈ 28-29 തീയതികളിൽ കൈരളി ആയുർവേദ ഹോസ്പിറ്റലിൽ നടക്കും. കോട്ടയ്ക്കലിൽ നിന്നും കഴിഞ്ഞ് വന്ന ഒരു നല്ല സീനിയർ ഡോക്ടറുണ്ട്, വേറെ ഡോക്ടർമാരുണ്ട്. അതുപോലെ അവിടെയുള്ള തെറാപ്പിസ്റ്റുകൾ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവരുടെ സേവനം നമ്മുടെ നാട്ടുകാർക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് റോട്ടറി ക്ലബ്ബും കൂടി. അഭ്യംഗം, നസ്യം, തളം, സ്റ്റീം, ജനറൽ മസാജ്, രൂക്ഷക്കിഴി തുടങ്ങിയ വിഭാഗങ്ങളിലായി ക്യാമ്പിൽ ചികിത്സകൾ ലഭ്യമാകും. ക്യാമ്പംഗങ്ങൾക്ക് ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു ചികിത്സ സൗജന്യമായും ലഭിക്കും. കൈരളി ആയുർവേദ ഹോസ്പിറ്റലിൽ രാവിലെ 9 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ക്യാമ്പിന്റെ ഭാഗമായി പ്രഗത്ഭ ആയുർവേദ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ രോഗപരിശോധനയും ഒരു ദിവസത്തെ ചികിത്സയും സൗജന്യമായും ലഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി P ശങ്കരനാരായണൻ, C ബാലകൃഷ്ണൻ, P ദിനേശൻ, ഡോക്ടർ സൗമ്യ, ഡോക്ടർ അഞ്ജു, E ശ്രീജേഷ്, M രമേശ്, വിനോദ് കോട്ടൂർ, E വിജയൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം കൊടക്കാരനായ അള്ളക്കോട്ട് കൃഷ്ണനെയും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി ചുമതലയേറ്റ ഡോക്ടർ K സുധാകരനെയും അനുമോദിച്ചു. കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലം ക്ഷേത്ര കൊടക്കാരനായിരുന്ന അള്ളത്തോട് കൃഷ്ണനെ ക്ഷേത്രം കോയിമ ആനിയടിൽ രവീന്ദ്രൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി ചുമതലയേറ്റ ക്ഷേത്രം വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ K സുധാകരനെ ക്ഷേത്രം സമുദായി C ശ്രീധരൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ക്ഷേത്രം വികസന സമിതി പ്രസിഡന്റ് K ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷനായി. K ഭാസ്കരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. T രാഘവൻ, K ചന്ദ്രൻ, C വിനോദ് കുമാർ, KV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഗ്രന്ഥദീപ്തി 2015ന്റെ ഭാഗമായി സാഹിത്യകാരന്മാരുടെ സംഗമം അന്നൂർ മലയാളം പാഠശാലയിൽ നടന്നു. പ്രവാസി സാഹിത്യ ദമ്പതികളെ സംഗമത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സംസ്ഥാന ഗ്രന്ഥകാര സമിതിയും മലയാള പാഠശാലയും സംയുക്തമായാണ് ഗ്രന്ഥദീപ്തി 2015 സംഘടിപ്പിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലാതലത്തിലുള്ള കവികളെയും കഥാകൃത്തുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സാഹിത്യകാരന്മാരുടെ സംഗമം നടന്നത്. 50ൽ പരം കവികളും കഥാകൃത്തുക്കളും കവിതകളും കഥകളും അവതരിപ്പിച്ചു. ഇനി മാറ്റൊലി പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. മഴക്കാലത്ത് റോഡിന് തകരാറ് സാധാരണയാണ്. പക്ഷേ ആ സമയത്ത് ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ചെയ്യേണ്ടത് റോഡ് റിപ്പയർ ചെയ്യുന്ന കാലത്ത് തന്നെ പൊതുമരാമത്ത് വകുപ്പും ബന്ധപ്പെട്ട കരാറുകാരെയും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകത. ആ സമയത്ത് മാന്യമായ രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഴ പ്രതീക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനത്തെ തകരാറുകൾ സംഭവിക്കില്ല. മഴക്കാലത്ത് റോഡ് പൊട്ടുക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊട്ടുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് ഇത്രയും വിസ്തരിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിനെ സൂക്ഷ്മയോടെ കൂടി അതിൻ്റെ ജോലി ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ പൊട്ടലും കീറലൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഭരണാധികാരികളെ ഒരു കാരണവശാലും അത് കുറ്റം പറയേണ്ടതില്ല. PWക്കാരെയാണ് നമ്മുടെ അത് PWക്കാർ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ മാനേജ്മെൻറ്റിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു തകർച്ച സംഭവിക്കുന്നത്. മഴക്കാലം കഴിഞ്ഞ പാടും റോഡിൻ്റെ പണി തുടങ്ങണം. വേനൽക്കാലം ആകുന്നതോടുകൂടെ റോഡിൻ്റെ പണി തുടങ്ങിയാലേ നമ്മളെ റോഡ് നന്നാവാൻ പോകുന്നില്ലല്ലോ. ഇത് മഴക്കാലത്ത് വന്നിട്ട് റോഡ് റിപ്പയർ ചെയ്താൽ അത് മഴ പെയ്യുമ്പം തന്നെ അങ്ങ് അടന്നങ്ങ് പോയി.
ഇതാണ് സ്ഥിതി. അതിന് ഭരണകർത്താക്കളും എല്ലാവരും ഇതിനെ ശ്രദ്ധിച്ചിട്ട് മുൻകൈയെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായത്. കരുവാച്ചേരിയിലെ കുത്തൂർ നാരായണി നിര്യാതിയായി. 80 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ കാനാവീട്ടിൽ അമ്പു. ബാലകൃഷ്ണൻ ഏകമകനാണ്. ഇനി അറിയിപ്പുകൾ. കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് PSC അംഗീകൃത കോഴ്സുകളായ DCA, PGDC എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഗാന്ധി പാർക്കിന് സമീപമുള്ള സീഡിറ്റ് പഠന കേന്ദ്രമായ വിദ്യാപീഠം സീഡിറ്റ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 207574. പയ്യന്നൂർ വിദ്യാപീഠം കോളേജിൽ 1ാം വർഷ BA, BCom ഡിഗ്രി ക്ലാസുകൾ ജൂലൈ 29 ബുധനാഴ്ച ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു. എടാട്ട് ദേശീയപാതയിൽ മീൻ ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് ഗുരുതര പരിക്ക്. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു. കണ്ണപുരം യോഗശാലയിലെ P. സന്ദീപിന്റെ ബൈക്കാണ് നശിപ്പിച്ചത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല വാഹനജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം. കോട്ടികളിയും നാടു നീങ്ങുകയാണ്. ഒരു കാലത്ത് വീട്ടുമുറ്റങ്ങളെയും ഒഴിഞ്ഞ പറമ്പുകളെയും മൈതാനങ്ങളെയും ശബ്ദമുഖരിതവും ചലനാത്മകവുമാക്കിയ ഈ നാടൻ കളി ചരിത്രത്തിലേക്ക് പിന്മടങ്ങുമ്പോൾ ആരോഗ്യകരമായ ഒരു കായിക സംസ്കാരത്തിന്റെ മരണമണി കൂടിയാണ് മുഴങ്ങുന്നത്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.